ഇന്നൊരു അടിപൊളി പാസ്തേൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, അതേപോലെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാൻ എടുത്തിട്ട് പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി കട്ടാക്കിയതെടുത്ത് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വലിയ സൈസ് ഉള്ളി ചെറുതാക്കി കട്ടാക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിക്ക് 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ്, അതേപോലെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്, 1.5 ടീസ്പൂണ് ചില്ലി സോസ്, 1 ടീസ്പൂണ് സോയാ സോസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിക്കനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മസാലയിലേക്ക് നമ്മുടെ ഈ ഒരു സോസുകളൊക്കെ ഇട്ട് കൊടുക്കുക. സോസിൻ്റെ ചെറിയ മണം മാറുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കട്ടോ. ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം റെഡോ ഗ്രീനോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കളർഫുള്ളാവും. ഞാനിപ്പോൾ ഗ്രീന് മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ലോ. ഇനി ഇതിലേക്ക് ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച പാസ്തയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയായി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മോസറല്ല ചീസ് വേണമെങ്കിൽ ആ ചീസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ.